guys, this is your Aju and Amu. So again നമ്മൾ ഒരു travel vlogുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ യോർക്ക്ഷയർ പോവാണ് guys. അതെ, സോ നമ്മളിപ്പോൾ യോർക്ക്ഷയർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയായിരിക്കുകയാണ്. നമ്മൾ കുറച്ചും കൂടെ നേരത്തെ ആയിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷെ റെഡിയായി എണീച്ച് വന്നപ്പോഴേക്കും ഇത്രയും സമയമായി. സോ അജുവിന്റെ ബർത്ത്ഡേ ആണ് നാളെ. ഇപ്പൊ നമുക്ക് മാപ്പ് ഇടുന്നത് കൊണ്ട് നമ്മൾക്ക് എന്തായാലും ഒബ്വിയസ്ലി അറിയണ്ടല്ലോ അജുവിന്. അതുകൊണ്ട് മാത്രം അജുവിന്റെ അടുത്ത് പറഞ്ഞു. ബാക്കി പ്ലാനൊക്കെ എന്റെയാണ്. എന്താ അവസ്ഥ ആവുമെന്ന് അറിയത്തില്ല. എനിവേ നമുക്ക് കണ്ട് തന്നെ അറിയാം ഗൈസ്. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ യോർക്ക്ഷയർ എത്തിയിട്ടോ. യോർക്ക്ഷയറിൽ നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനാണ് വിറ്റ്ബി. യോർക്ക്ഷയറിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കോസ്റ്റൽ ടൗൺ ആണ് വിറ്റ്ബി. വിറ്റ്ബിയിൽ നമ്മൾ വിറ്റ്ബി എബിയിലാണ് ഫസ്റ്റ് പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ വിറ്റ്ബി എബിയിൽ എത്തിയിരിക്കുകയാണ്. സോ ഇവിടെ ആ വിറ്റ്ബി എബി നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. സോ പിന്നെ നല്ല കാറ്റും ഉണ്ട്. എന്നാണ് എൻ്റെ കൂടി ഇങ്ങനെ കോമാളിനെ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് അവിടെ പോയിട്ട് കാണാമല്ലേ. വിറ്റ്ബി എബിയിലെ ലോങ് എന്നുള്ള വ്യൂ ആണിത്. സോ എൻട്രി ചെറിയൊരു ടിക്കറ്റ് പ്രൈസ് ഉണ്ട്, അതും എടുത്ത് നമ്മൾ ഉള്ളിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ വിറ്റ്ബി എബിയുടെ ഉള്ളിൽ വന്നിരിക്കുകയാണ് ഗൈസ്. സോ നമ്മളധികം ഫ്രണ്ടിലാണ് ഉള്ളത്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് പോകാൻ പറ്റുമെന്ന് നോക്കിയിട്ടില്ല. ഉള്ളിൽ പോയി നോക്കണം. யூகேலே வந்து பார்த்ததுல பெஸ்ட் ஹெரிட்டேஜ் இதுதான். அவ்வளோ பியூட்டிஃபுல்லாக இருக்குது இல்லை. എബി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സീൻ്റെ മേലെയാണ് കേട്ടോ. സോ അവിടുത്തെ വ്യൂ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തിരുത്തില്ല. അതായത് എബി എന്ന് പറയുന്നത് 657 AD ഫസ്റ്റ് ബിൽഡ് ചെയ്തത്. അതായത് ഈ പ്ലേസ് 1300 years ഓൾഡാണ്. ഇവിടെ പണ്ടൊക്കെ ആ കാലത്തൊക്കെ ആൾക്കാർ താമസിച്ചിട്ടുണ്ടായിരുന്നു, പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിക്കുക, ഇതെല്ലാം ഒരുമിച്ച് എല്ലാവരും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എബി 664 AD ഫേമസ് ആയത്. പിന്നീട് വിക്കിങ്സ് അതിനെ ഡിസ്ട്രോയ് ചെയ്തു. അതിനുശേഷം 11th century അഗെയിൻ റീബിൽഡ് ചെയ്തു കേട്ടോ. പക്ഷേ എഗെയിൻ 1500 ഇത് ക്ലോസ് ചെയ്തു. പിന്നെ മെല്ലെ ഇത് ഈ രൂപത്തിലായി. ഈവൻ ദോ ഇത് റൂൺ ചെയ്താലും സ്റ്റിൽ പവർഫുൾ ആൻഡ് പീസ്ഫുൾ പ്ലേസ് ആണ്. നമുക്ക് നന്നായി ഒരു ഹിസ്റ്ററി ഫീൽ വരും. ആൻഡ് ഇവിടെ നിന്നുള്ള ടൗൺ ആൻഡ് സീ വ്യൂ ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഒരു ഫൺ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ബ്രാം സ്റ്റോക്കർ, അതായത് ഡ്രാക്കുളയുടെ റൈറ്റർ, ഇവിടെ നിന്നാണ് ആ സ്റ്റോറി ഇൻസ്പയർ ആയിട്ട് എഴുതിയത്. കൊള്ളാല്ലേ. ஓகே गाइस, நம்ம இப்போ வந்துட்டு விட்பி அபியிலேருந்து இறங்கி வந்துட்டு இப்போ நம்ம வந்துட்டு பேர் என்ன, விட்பி மெரினா அங்கே வந்திருக்கோம். நிறைய வந்துட்டு சின்ன சின்ன குட்டி போட்ஸ் இங்கே நிறையா இருக்குது. பார்க்கவே நல்லா இருந்துச்சு இங்கே. പക്ഷെ വെള്ളമില്ല ഗൈസ്. അതുകൊണ്ട് വെറുതെ ഷോ, ആ ഷോ വെറും പട്ടി ഷോ. നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ഫ്ലാബേളിലാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ ഒരു സീ ப்ளஸ் வந்துட்டு கிளிப்ஸ் இருக்குது இங்கே. ப்ளஸ் வந்துட்டு லைட் ஹவுஸ் இருக்குது. எல்லாம் இங்கே இருக்குது. எவ்ரி மந்தில் அட்லீஸ்ட் ஒரு ஷிப்னாவது இங்கே வந்துட்டு எவ்ரி 3 months ஒரு ஷிப்னாவது இங்கே உடஞ்சி போயிருக்குமாமா. ஸோ அவங்களெல்லாம் வந்துட்டு காப்பாற்றி சேஃப்கார்ட் பண்ணுறதுக்காக இந்த லைட் ஹவுஸ் வந்துட்டு 1770 வந்துட்டு இதை கட்டிட்டாங்க. പക്ഷേ എങ്ങൾക്ക് ഒരു ബാഡ് ലക്ക് എന്നാണ് ഇത് ക്ലോസ് பண்ணியாச்சு. കുറച്ച് ലേറ്റ് ആയിട്ട് ഇത് ക്ലോസ് ചെയ്തു. എനിവേ കുറച്ച് മുന്നേ ഒക്കെ ഇവിടെ മഴയായിരുന്നു. എന്നാലും നമ്മൾ എത്തിയിരിക്കുന്ന ഒരു ബെസ്റ്റ് ടൈമാണ്. ഇപ്പം മഴയില്ല, പക്ഷെ തണുപ്പാണ്. സോ നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ ക്ലിഫ് കാണുന്നത്. ഈ ക്ലിഫിൻ്റെ ഉള്ള വ്യൂ ഉണ്ടല്ലോ, ശരിക്കും ഇൻക്രെഡിബിളാണ്. വൈറ്റ് ക്ലിഫ് സീയിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യുന്ന പോലെ ഇരിക്കും.
പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം കുറേ സീൽസ് റോക്സിൽ ഇരിക്കുന്നുണ്ടോ. അത് നല്ല ഫണ്ണായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അതിനെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആ സീൽ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലേവറിൽ ഒരു എൻഡിൽ വന്നിരിക്കുകയാണ്. അതായത് ഈ അറ്റം മുതൽക്ക് ആ അറ്റം വരെ ഉണ്ട് നമുക്ക് കാണാൻ. ഓരോരോ കണക്കല്ല, ഓരോരോ സ്പെഷ്യാലിറ്റി ആണ്. ഈ എൻഡിൽ വന്നിട്ട് வாழ்க்கையிலே ஃபர்ஸ்ட் டைம் நிறைய அங்கே வந்து ரெஸ்ட் കുറേ എണ്ണം കളിച്ചിട്ടിരിക്കുന്നത്. കല്ലിൽ വന്നിട്ട് കുറേ എണ്ണം ഇങ്ങനെ ആടി കളിച്ചിട്ടിരിക്കുന്നത്. നമ്മളുണ്ടല്ലോ ഇതിൻ്റെ താഴേക്ക് നടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നടക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, പക്ഷെ അവിടെ എങ്ങനെയാണെന്ന് നമുക്ക് പോയി നോക്കാം. கொஞ்சம் சமயம் ஆச்சுன்னா நல்லா மேலே வந்துகிட்டே இருக்கும். ஸோ நம்ம சீக்கிரம் போயிட்டு வரோம். எப்படி இருக்கம்மா ഇത്? അടിപൊളി ആയിട്ടുണ്ട്. പക്ഷെ മഴ പെയ്തത് കൊണ്ട് ഇവിടെ കുറച്ച് ചളിയൊക്കെ ഉണ്ട്. സോ അത് കുറച്ച് ഡിസ്കസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് എനി ഹൗ നൈസ് ആണ്. ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ആണ്. കാരണം വൈകുന്നേരം 6 മണിയാവരെ. സോ അപ്പം നമ്മൾ ലൈറ്റ് പോകുന്നതിന് മുന്നേ വേഗം ഓൾമോസ്റ്റ് നമ്മൾ റീച്ച് ആവാറേ ഗൈസ്. സോ നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ ഇറങ്ങി താഴെ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ അതിമനോഹരമായിട്ടുണ്ട്. വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. പിന്നെ അജു എവിടെ പോയാലും എടുക്കുന്ന ഒരു സാധനമാണ് കല്ല്. ഇവിടുന്ന് ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് ഈ കല്ല് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അത്ര. இந்த கல்லுக்கு என்ன குறைச்சல்? இந்த மாதிரி ஒரு சோப் மாதிரி ஒரு கல்லை எங்கேயாவது ஃபைன் பண்ண முடியுமா? ഇല്ല ഇവിടെ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം കല്ലാണ് ഗൈസ്. ഈ കല്ല് ഇനി വീട്ടിൽ കൊണ്ടുപോയി അവിടെ വെക്കും. കുറേ കല്ലുണ്ട്, ഇതുപോലെ കുറേ കല്ലുണ്ട് റൂമില്. ஆமா நம்ம டிஃபரண்டா இருக்கிற கல்லெல்லாம் வந்து கலெக்ட் பண்ணி ഡിഫറെന്റ് കല്ലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതെടുത്ത് എറിയും അവനെ. ഇതെടുത്ത് തലയിൽ അടിക്കും. ഡിഫറെന്റ് കല്ലാണ് അത്ര. சரி வாமு அவங்கள மாதிரி நம்மளும் போயிட்டு ஏதோ ஃபிஷ் அந்த பையன் ஏதோ கண்டுபிடிச்சாங்க போலாம் அவரு. സോ നമ്മൾ താഴെ വന്ന് ഇവിടെയൊക്കെ അത്യാവശ്യം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് മനോഹരമായിട്ടുണ്ട്. ഒന്നും പറയാണ്ടിരിക്കാൻ വയ്യ. ആൻഡ് ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. സോ നമ്മളിനി അവിടെ പോയിട്ട്, പിന്നെ അവിടെയും നല്ലൊരു സ്പോട്ടാണെന്നാണ് കേട്ടിരിക്കുന്നത്. ബട്ട് പോയിട്ട് അറിയാം. പക്ഷെ ഈവനിങ് ആയി. സോ അവിടെ തുമ്പിക്ക് രാത്രി ആവുമെന്ന് അറിയത്തില്ല. എനിവേ ആൻഡ് ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എനിവേ ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. அதுக்கப்புறம் அம்மு வந்துட்டு இன்னைக்கு 2 பிளேஸ் வந்துட்டு என்னை கூட்டிகிட்டு போனால் 2மே வந்துட்டு ரொம்ப சூப்பராக இருந்துச்சு. இந்த பிளேஸ் வந்துட்டு நான் ஆல்ரெடி 7 சிஸ்டர் போயிருக்கேன். அந்த மாதிரி தான் இருக்கும் அப்படின்னு நினச்சேன். ஆனால் இது அதை விட சூப்பராக இருந்துச்சு இந்த பிளேஸ். இல்லை சரி ஓகே. അപ്പോൾ നമ്മൾ സ്കാർബോയിലെത്തി. ഇപ്പം നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാർ പാർക്കിംഗ് ഫ്രണ്ടിലൊന്നും കിട്ടിയില്ല. സോ അതുകൊണ്ട് കുറച്ച് ദൂരമുണ്ട്. ஆனால் பக்கத்தில் கிட்டியதே வந்துட்டு நம்மளுக்கு இன்னைக்கு லக்கு தான். நிறைய பேர் இங்கே பார்க்கிங் தேடிட்டு இருக்காங்க. അതെ, നമ്മുടെ റോയൽ ഹോട്ടൽ ഇവിടെ എത്തി ഗൈസ്. അത്ര ദൂരമുള്ളൂ രാജു. ഇതാ ഇവിടെ അപ്പം നമ്മൾ അവിടെ പോയിട്ട് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. കാരണം ഞങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് റോയൽ ലുക്കൊക്കെ കണ്ടു. ഇനി നമുക്ക് ഉള്ളിൽ പോയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഞങ്ങളുണ്ടല്ലോ ഹോട്ടലിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടായിരുന്നു. പക്ഷേ അതുപോലെയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ പറ്റിക്കലായിരിക്കൊക്കെ പറഞ്ഞിട്ട് വന്നോ. പക്ഷെ വന്നപ്പോൾ ഉണ്ടല്ലോ
വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. കണ്ടോ? ആൻഡ് നമ്മൾ പലതരം നമ്മൾ ഹോട്ടലൊക്കെ മുന്നേ സ്റ്റേ ചെയ്തിട്ടുണ്ട്, നാട്ടിൽ നിന്നാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും. പക്ഷേ ഒരു റോയൽ ടച്ചുള്ള ഒരു വീട്ടിൽ ഞാൻ ഇതുവരെ സ്റ്റേ ചെയ്തിട്ടില്ല, റോയൽ ടച്ചുള്ളത്. ഇത് ശരിക്കും ഒരു പാലസിൻ്റെ ചെറിയൊരു വൈബ്, ചെറിയൊരു വേർഷൻ അല്ല, നമ്മളെ കൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു നൈസ് തന്നെയാണ്. ஆனால் പക്ഷേ இந்த பிளேஸ் வந்துட்டு அஃபோர்டபுள் தான், ரொம்ப எக்ஸ்பென்சிவும் இல்லை. இருக்கிறதுலே வந்துட்டு நான் இங்கே புக் பண்ணதுலே ஒரு மீடியம் ரேஞ்ச் ஹோட்டலோட ரேட்டு தான் இங்கே வருது. സാറ്റിസ്ഫൈഡാ? ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം. That's all for today, guys. See you in part 2. Thank you for watching. Bye bye.